ശരി, എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ പത്രോസിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം ഈശോട് ചോദിക്കുകയാണ്. കർത്താവെ, എന്റെ സഹോദരനോട് ഞാൻ ഒരു ദിവസം എത്ര തവണ ക്ഷമിക്കണം എന്ന് ചോദിക്കുകയാണ്. 7 തവണ ക്ഷമിക്കണമോ എന്ന് ചോദിക്കുകയാണ്. ഇത് പറയാനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ ഇതിനു മുമ്പ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സഹോദരൻ 7 തവണ നിനക്കെതിരായി തെറ്റ് ചെയ്യുകയും 7 തവണയും വന്ന് നിന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. പത്രോസിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവെ, എന്റെ സഹോദരനോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 7 തവണ ക്ഷമിക്കണം എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ക്ഷമയെ എനിക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 7 തവണ ക്ഷമിച്ചാൽ മതി എന്ന് ഈശോ പറയുകയാണെങ്കിൽ 8ാമത്തെ തവണ എനിക്ക് അവനെ ശിക്ഷിക്കാം എന്നുള്ളതാണ്. അവിടം വരെ എന്റെ ക്ഷമയുടെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അത് തന്നെ ഈശോ പത്രോസിനോട് പറയുകയാണ്, 7 എന്നല്ല 70 തവണ ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ക്ഷമ അൺലിമിറ്റഡ് ആയിരിക്കണം എന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ ക്ഷമ അൺലിമിറ്റഡ് ആയിരിക്കണം. എന്നിട്ട് ഈശോ അതിന് ചേർത്ത് വെക്കാവുന്ന ഒരു കഥയും കൂടി അവരോട് പറയുകയാണ്. തന്റെ സേവകരുടെ കണക്ക് തീർക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു രാജാവിന്റെ കഥയും കൂടി പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഈ സേവകൻ സഹസേവകനോട് കരുണ കാണിക്കാത്തത് കൊണ്ട് തന്നെ ആ സേവകനോട് രാജാവും കരുണ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവും ഇതുപോലെ തന്നെയാണ്. നിന്റെ സഹോദരനോട് നീ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കാനായിട്ടുള്ള അർഹത നിനക്ക് ഇല്ലാതായി തീരുകയാണെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അതായത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷമ കിട്ടാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാനുള്ള ശക്തി കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.